ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ സമയം കണ്ട സമയം ഒന്ന് നോക്ക് 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 സമയം 6 മണി. ഇത് വൈകിട്ട് 6 മണിയല്ല, പുലർച്ചെ 6 മണി. സംഭവം എന്താ വെച്ചാൽ ഞാൻ ഉറങ്ങിയില്ല മീൻസ് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് ഏകദേശം തീർന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഉറക്കം പോയി. അപ്പോൾ ഞാൻ എന്താണെന്ന് വിചാരിച്ച് ഞാൻ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ വീട്ടുകാരെയും കൂടി വീർപ്പിച്ചാലോ എന്ന്. അപ്പോൾ അനിയന്മാരെയും ഉമ്മാനൊക്കെ ഒന്ന് ഓരൊക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ ഒന്ന് വിളിച്ചിട്ട് ഇവിടെ കത്തിച്ച് അപ്പോൾ ഇവിടെ പൊന്നാനിയിൽ ഈ സമയത്ത് മുട്ടപ്പത്തിരും ബീഫും കിട്ടുന്ന നല്ലൊരു സ്പോട്ടുണ്ട്. പുഴവക്കത്തൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, കുറേ പേര് കണ്ടിരിക്കണ്, കുറേ പേര് ലോങ്ങിൽ നിന്നൊക്കെ വന്നിട്ട് കുറേ വീഡിയോസൊക്കെ ഇട്ടിരിക്കണ്. ഭയങ്കര അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. രാവിലെ തന്നെ അവിടെ പോയിരുന്ന് കഴിക്കാനും നമ്മൾ കുറേ പ്രാവശ്യം പോയിക്കണം. ഇപ്പോൾ ഈ അടുത്ത് റീലും ഷോർട്സൊക്കെ കിട്ടിയത് നിങ്ങൾ കണ്ടിക്കണമെന്ന് അറിയില്ല, കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണാം. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ വീട്ടുകാരെയും കൂട്ടിയിട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചെന്ന്. അപ്പോൾ ഓരെ വിളിക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ അതിന് മുമ്പ് ഈ ഫ്രെയിം ഉണ്ടെന്ന് നമ്മൾ മക് ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ ഈ ഫ്രെയിം പൊട്ടി. ഇതുണ്ടോ, ഇതെങ്ങനെ പൊട്ടിയെന്ന് വെച്ചാൽ മിജു ഫുട്ബോൾ കളിച്ചു ഇതിൻ്റെ അകത്ത്. ഇവിടെ ഇങ്ങനെ തട്ടി കളിക്കും. അപ്പോൾ ഇത് തട്ടി കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കൊരു കൺട്രോൾ ബുക്ക് ഉണ്ട്. വേഗം ഒറ്റ പവറിലുണ്ട് അടിച്ചത്. ആ മൂലക്കൽ നല്ല പവറിലടിച്ചേക്ക് സാധനം പൊട്ടി ചില്ല് മൊത്തം വീണാണ്. എന്നിട്ട് നേരെ എല്ലാവരും കേട്ടു, പക്ഷേ നല്ല ചീത്ത ഇട്ടിട്ട് നേരെ അതിൻ്റെ ഉള്ളിൽ പോയിരുന്നു, റൂമിൽ പോയിരുന്നിട്ട് കരയാം, ഒറ്റയ്ക്കിരുന്ന് കരയാം. നമ്മൾ ഒന്നും പറഞ്ഞില്ല, അപ്പത്തിന് നേരെ പോയിരുന്ന് കരഞ്ഞ്. അപ്പോൾ എന്താ വെച്ചാൽ വേഗം സങ്കടവും. അപ്പോൾ അതിന് ശേഷം എന്താ വെച്ചാൽ ഇത് ഫ്രെയിമില്ലേ, ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കിയപ്പോഴാണ് പൊട്ടിയതാണെന്നുണ്ട്. അതേപോലെ ഇങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് കത്തിച്ചില്ലപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് നേരെ മൂല കൊണ്ട് വെച്ചിക്കുക. അതേപോലെ ഇപ്പം അങ്ങോട്ട് മാറ്റി വെച്ചതാണ്. ഇനിയിപ്പോൾ അയിമം ചെറുങ്ങനെ എന്തെങ്കിലും മൊത്തത്തിൽ വീഴും. അപ്പം അതേപോലെ വേറെ ഫ്രെയിം കാണിച്ചു കേട്ടോ. ഇതൊക്കെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഫ്രെയിമാണ്. ഇത് കാണുമ്പോൾ ഇതൊക്കെ ഇച്ചിരി ഡീറ്റെയിലായി പറഞ്ഞത്. ഇത് 1 വർഷം മുമ്പ് മേടിച്ചൊരു ഫ്രെയിമാണ്. ഒരു വർഷമായിട്ടുണ്ടാവും. അപ്പോൾ 1 വർഷം മുമ്പ് ഒരു കൂട്ടുകാരൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു ഫ്രെയിമാണ്. അപ്പോൾ കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഞാനാണ്. ഇതിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ ചെയ്ത വർക്കുകളും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ ഫ്രെയിം എന്ന് വെച്ചാൽ ഭയങ്കര ബിഹൈൻഡ് ഇത്. ഈ ഒരു ഫ്രെയിമിന് പുറകിൽ നല്ലൊരു സ്റ്റോറി ബോർഡ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണിത്. ഇപ്പോൾ ഡീറ്റെയിലൊക്കെ എടുത്ത് നോക്കി കാണിച്ച് ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നതും ഇതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഞാൻ പോയതും അങ്ങനെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്ത വർക്കും ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ഫ്രെയിമാണ്. അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാൻ തോന്നി. ഇതിപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ കോഴിക്കോട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ കൊടുന്നപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ തോന്നി. അപ്പോൾ അതാണ് ഈ ഫ്രെയിം. അപ്പോൾ ഇത് ചെയ്ത് നമ്മളൊരു കൂട്ടുകാരനാണ്, ഷഹസാദ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ. അപ്പോൾ ഞാൻ അവൻ്റെ ഇൻസ്റ്റ ഐ ഡി, നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ വേണമെങ്കിൽ ഓനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അവൻ്റെ ഇൻസ്റ്റ ഐ ഡി എന്തായാലും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിം ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ തോന്നി, അതപ്പോൾ കാണിച്ചു തന്നെ. ഇപ്പോൾ എന്തായാലും അടുത്ത വാരം വിളിക്കാം. ഞാനേ നല്ല സ്പീഡിലല്ലേ പറയണേ, കതിച്ച് അയ്യോ നല്ല സ്പീഡിൽ സംസാരിക്കണമെന്നല്ലേ, കതിച്ച്. അടുത്തത് അവരെ വിളിക്കാം. ഉറക്കത്തില്ല ഞാൻ ഇങ്ങനെ കാണിക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഉമ്മക്ക് ഉറങ്ങണല്ലേ, അതുകൊണ്ട് ലൈറ്റിട്ടൊക്കെ വെറുപ്പിച്ചൊക്കെ ചീത്തയൊക്കെ അറിയില്ല കേട്ടോ. അസ്സലാമു അലൈക്കും മിജു ഭായ്. എനിക്ക് നീക്ക് വെച്ചോ. ഇന്നും വായോ മണിക്കുമ്മ തട്ടരാത്തോളം മന കാണിച്ചു തരാത്ത മിജു. ഇനിക്ക് വേഗം എണീക്ക്. എന്താണ് രാവിലെ തന്നെ പറയാനുള്ളത്? അസ്സലാമു അലൈക്കും. എണീറ്റോളി, വേഗം എണീക്ക്. ലേറ്റ് ആണ്. എണീക്ക് മിജോ, വേഗം ലേറ്റ് ആണ്. ഇപ്പൊ പോയാലും നല്ല വൃത്തിക്ക് പുഴക്കത്തൊക്കെ ഇരുന്നിട്ട് കഴിക്കാം. റിച്ചു എണീക്ക്, വേഗം എണീക്ക്. എല്ലാവരെയും വെറുപ്പിച്ച് എണീപ്പിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വായോ
ഞാൻ ഇവിടെ എന്ത് ചെയ്താലും ഒരു സർപ്രൈസ് പ്രതീക്ഷിക്കണം. കുറച്ച് കൂട്ടായ്മ. മിജു വാ, എണീക്ക് വാ. എന്നിട്ട് വേണക്ക് ഉറങ്ങാൻ. ഞാൻ അതുവരെ ഉറങ്ങിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഡിറ്റ് ചെയ്തോണ്ടാ. ഫുൾ എഡിറ്റിംഗ് പരിപാടികളായിട്ട് ഇരിക്കുന്നു. പിന്നെ അതൊക്കെ തന്നെ. അപ്പോൾ ഓരോക്കെ വെറുപ്പിച്ച് എണീപ്പിച്ചിട്ടുണ്ട്. എന്താ ഓരോരുത്തരായി എണീറ്റ് വരുന്നുണ്ട്. ടണ്ടടേ മിജോടെ എണീച്ച് വായോ. അപ്പോൾ ഇവരൊക്കെ ഡ്രസ്സ് മാറ്റി കൊണ്ടുപോകാൻ പോവാണ്. അപ്പോൾ ബാക്കി കാണാം. സുഹൃത്തുക്കളെ ഓരൊക്കെ റെഡി ആയിക്കണ്. കുറച്ച് സമയം എടുത്ത് പറയുമ്പോഴത്തേന് എന്താണ് എല്ലാവരും നിസ്കരിക്കാനും ഇതിനൊക്കെ ആയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിപ്പോൾ സുബഹിസ്കാരം കഴിഞ്ഞ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സമയം എടുത്ത് അപ്പോൾ അത് റിച്ചോടെ കുറച്ച് വെള്ളം വൃത്തിയാക്കണം. മഴ കഴിയുമ്പോൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കുറച്ച് വൃത്തിയാക്കി റിച്ചു. ഏകദേശം മിജും ഇതിപ്പോൾ ലാസ്റ്റ് നിസ്കരിക്കാൻ അറിയാം മിജുവാണ്. മിജുവിൻ്റെ കഴിഞ്ഞ് പിന്നെ ഉമ്മ എവിടെ മിജുവോ? ഉമ്മ വായോ, വേഗം വായോ. എന്താ വെച്ചാലേ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പുഴയല്ല, നേരത്തെ പുഴ എന്നാണ് പറഞ്ഞു തോന്നുന്നത്. ആ ഒരു കുളത്തിൻ്റെ സൈഡിലുള്ളൊരു ഒരു ഹോട്ടൽ ഭയങ്കര രസമാണ്. അപ്പോൾ വിഷയം എന്ന് വെച്ചാൽ നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട്. ആകെ മൂഞ്ചോന്നൊരു പേടി. കാരണം ഇവരൊക്കെ ഉറക്കത്തിൽ നിന്ന് വിളിക്കുകയും ചെയ്ത് മഴയും കൂടി വന്നാലുണ്ടല്ലോ. സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കണമെന്ന് അറിയില്ല. അത് മയിലിൻ്റെ സൗണ്ടാണ്. നിങ്ങൾക്ക് കേൾക്കണമെന്ന് അറിയില്ല. നല്ല സൗണ്ട് ഉണ്ട്. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് മയിലിൻ്റെ സൗണ്ടാണ്. ഇവിടെ മയിലുണ്ടാവില്ല എപ്പോഴും. വായ പോവാ ചാവേരി. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ യാത്ര തുടരുകയാണ്. സുഹൃത്തുക്കളെ സ്ഥലം ഏകദേശം എത്താനേക്കണം. ഒരു പണി വാളിയത് എന്താ വെച്ചാൽ ഭയങ്കര മഴ. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല മഴ. നേരത്തെ നല്ല മഴ ഇതിപ്പോൾ എല്ലാം കുറഞ്ഞ്. ഇപ്പോൾ കുറവുണ്ട് കുറച്ചൊക്കെ അല്ലമ്മ. ഇവരെല്ലാവരെയും ഉറക്കത്തിൽ നിന്ന് എണീച്ച് വെറുപ്പിച്ചും പോയി. നല്ല മഴയും പെയ്തു. ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ മഴ ഒന്നും ഇല്ലാണ്ട് നല്ലൊരു മൂഡിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കാമെന്നാ. എനിക്ക് തോന്നണം ഇനിയിപ്പോൾ ആ കുളവക്കത്ത് ഇരുന്ന് കഴിക്കാൻ പറ്റും തോന്നണില്ല. അപ്പോൾ ഹോട്ടലിൽ ഇരുന്ന് തന്നെ കഴിക്കണം. ഇതാണ്ട കുറേ മദ്രസ കുട്ടികളൊക്കെ പോണ്. എന്ത് രസമല്ലേ കാണാൻ. ആണ് മെല്ലെ എടുക്കണം. കുട്ടികളെ തുണിമുക്കൊക്കെ ചളിയാല് രാവിലെ തന്നെ ഇങ്ങനെ കറക്റ്റ് വെള്ളങ്ങളൊക്കെ ഇട്ട് വന്നിട്ട് നമ്മൾ പോയി ചളിയാക്കി ഒന്ന് കാണിച്ചത്. ഹായ് അസ്സലാമു അലൈക്കും. അതാണ് സ്ഥലം കേട്ടാ. കറക്റ്റ് കണ്ടോളിട്ടോ. നിങ്ങൾക്കാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ ഇടക്കിടക്ക് വരില്ല. നിങ്ങൾക്കാണ് ഞങ്ങൾക്ക് കാണിച്ചു തരേണ്ടത്. പൊന്നാനി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു കോർ സ്ഥലമാണ്. പൊന്നാനിയുടെ ഒരു ഹൃദയ ഭാഗം എന്നൊക്കെ പറയാം. ഹൃദയ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വണ്ടി വരില്ല കേട്ടോ. ഓ മൈ ഗോഡ്. ഞാനേ പെട്ടെന്ന് ഇവിടെ ശ്രദ്ധ പോയി. റോട്ടി ശ്രദ്ധിച്ചില്ല. ഐഷ് എല്ലാവരും കയറിയിട്ടുണ്ട്. ഇതാണ് ഹോട്ടൽ. ലെഫ്റ്റ് റിച്ച ലെഫ്റ്റൊക്കെ ഒന്ന് നൈസായി കാണിച്ചു കൊടുത്ത് നോക്കി. ഫുൾ തിരക്കാണ്. പക്ഷെ എവിടെയും നിർത്താം. ഇവിടെ അടുത്ത് അതാണ് സ്ഥലം. സുഹൃത്തുക്കളെ സ്ഥലം എത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ എടുത്തണോ? ഇവിടെ എടുത്താ. ഇവിടെ ഓക്കെയാണ്. ഞാൻ കാണിച്ചാൽ ഇനിക്ക് പുറത്ത് കുളം കണ്ടോ? ഇതാണ് സ്ഥലം. ഇതാണ് സ്ഥലം കേട്ടോ. സ്ഥലം ഈ കാണാണ്ടോ? ഇതൊക്കെയാണ് പൊന്നാനിയുടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുക. കണ്ടോ? ചരിത്രപരമായ പള്ളികളും ഇതൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുക. ഇതാണ് കുളം. ഇവിടെ സൈഡിൽ ഇരുന്നിട്ട് കഴിക്കല് ഇവിടെയൊക്കെ കണ്ട. അതിനാണ് നമ്മൾ ഉദ്ദേശിച്ച് വന്നത്. പക്ഷെ നൈസായിട്ട് പാളിയൊന്നും ഡൗട്ട്. കുഴപ്പമില്ല. അവിടെ ഒരു ഹോട്ടലുണ്ട്, ഇവിടെ ഒരു ഹോട്ടലുണ്ട് ബാക്കിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഫുള്ളാക്കി വന്നാൽ അപ്പുറത്ത് പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും പോയേക്കാം. കുറേ വെയിറ്റ് ചെയ്തു. പക്ഷേ മഴ മാറുന്നില്ല. ഉള്ള മഴയത്ത് ഇറങ്ങി വിചാരിച്ചു. വെള്ളം കൂടിയിട്ടാ. ഇവിടെ ഇരിക്കണം അമ്മ.
ഇതാണ് സ്ഥലം കേട്ടോ. സ്ഥലം കാണിച്ചു കൊടുത്തേ. പൊന്നാനി എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർക്ക് പുച്ഛുണ്ട്, അതൊക്കെ മാറ്റണം. കുറേ നല്ല നല്ല സ്ഥലങ്ങളുള്ള ഏരിയയാണ് പൊന്നാനി ഉള്ളത് പറയാലോ അല്ലേ മിജോ? ഉറക്കത്തിൽ നിന്ന് ആദ്യം എണീക്ക് ജി. മഴ കുറഞ്ഞില്ലേ കുറച്ചൊക്കെ? ഇത്ര വെള്ളം ഉണ്ടായില്ല. 3 സ്റ്റെപ്പോ? നമ്മൾ മിന്നാന്ന് വന്നപ്പോൾ 3 സ്റ്റെപ്പ് ഉണ്ടായിരുന്നില്ല, 2 അത്രയും കൂടി, 2 സ്റ്റെപ്പ് കൂടി ഒറ്റ ദിവസം കൊണ്ട്. നല്ല മഴ ഇപ്പോൾ നാട്ടിൽ വീണ. അതാ സുഹൃത്തുക്കളെ 2 കടണ്ട് കേട്ടോ. ഞാൻ വേറൊരു സംഭവം കൂടി പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ്. കട കാണിച്ചു കൊടുത്തി. ഏപ്പുണ്ടല്ലേ ആ കറികോളി. ഒക്കെ 2 സെറ്റ് ആണ് കട കേട്ടോ. കാണിച്ചോളൂ. പൊന്നാനത്തെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് ചെയ്യും. ഫ്രെയിമല്ല, ഫ്ലെക്സിൽ പുരാതന സംഭവങ്ങൾ. അപ്പുറത്തുണ്ട്, അപ്പുറത്തെ കാണിച്ചോളൂ. വിളിച്ചോ. അപ്പുറത്തെ ഫ്ലെക്സ്. എന്താല്ലേ പക്ഷെ ആ പാണ്ഡികശാല, അത് കാണിച്ചോളത്തെ പാണ്ഡികശാല, അത് ഇപ്പുറത്ത് കളഞ്ഞിട്ടോ. അത് കളഞ്ഞില്ലേ? എന്തോ വിഷയം വന്നിട്ട്, വിഷയം വന്നിട്ടല്ല, മൊത്തം പൊളിച്ച്. എന്നേ സുഹൃത്തുക്കളെ ബാക്കി ഫുഡ് ഓർഡർ ചെയ്തിട്ടാണോ? അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് ഞങ്ങൾ പറഞ്ഞ സാധനം, മുട്ടപ്പത്തിരും ബീഫും. മുട്ടപ്പത്തിരി നമ്മുടെ നാട്ടിലത്തെ സ്പെഷ്യലായിട്ടാ. മിജു ഇതൊന്ന് പൊട്ടിച്ചു കൊടുത്താൽ മിജു, ഒറ്റ കൈ കൊണ്ട് പൊട്ടിക്കാൻ പറ്റില്ല. ഇതൊന്ന് പൊട്ടിച്ചു കൊടുത്താൽ. പൊട്ടിച്ച കഴിച്ചേ. കുറച്ച് കട്ടിയുള്ള സാധനം കേട്ടോ. അതിലും അതിന് എനിക്കും ഇങ്ങനെ ചെറുങ്ങനെ മുക്കിയാൽ അങ്ങനെയല്ല കഴിക്കണ്ടേ. കഴിക്കില്ല, ഒറ്റക്കണ്ട് കഴിക്കുക പറയുമ്പോഴത്തേനും. പിന്നെ എന്താ വെച്ചാൽ ഇതാ കുറേ ആൾക്കാർ ലോങ്ങിന്ന് വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ റീല് കുറേ ഉണ്ടത്, അതിൽ പറയണ്ടായി ഇത്ര ലോങ്ങിന്ന് ഒന്നും കഴിക്കാനുള്ള സാധനമൊന്നുമില്ല. എന്താ വെച്ചാൽ പലർക്കും പല ടേസ്റ്റാണല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ എനിക്കിഷ്ടമാണ്, പേഴ്സണലി ഇഷ്ടമാണ്. അപ്പോൾ ചിലർക്ക് പറ്റിയൊന്നുമില്ല, പറ്റിയൊന്നുമില്ല ലോങ്ങിനൊന്നും കഴിക്കാനുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ 2 ഹോട്ടലുണ്ട് ഇവിടെ. ഒന്ന് കാണിച്ചു കൊടുത്തേ, അതിൻ്റെ അടുത്ത് പോയി കാണിച്ചു കൊടുക്കും. ആ ഒരു റാന്തൽ ചായപ്പിടിക, മുട്ടപ്പത്തിരിയും ബീഫും. പിന്നെ അപ്പുറത്ത് ഹനീന ഹോട്ടലുണ്ട്. അതാണ് ഏറ്റവും എല്ലാവരും കേട്ടതേ ഉള്ള ഹനീന ഹോട്ടൽ. അതിൻ്റെ അപ്പുറത്തൊരു ഹോട്ടലുണ്ട്, അതാണ് ഈ ഹോട്ടൽ. ഇപ്പത്തും ടേസ്റ്റ് ഉണ്ടല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ ഓവർ റേറ്റഡ് ആണെന്ന് വെച്ചാൽ ഓവർ റേറ്റഡ് ആണെന്ന് പറയാമല്ലേ. എനിക്കറിയില്ല സത്യം പറഞ്ഞാലേ. കുറേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോങ്ങിൽ നിന്ന് വരുന്നവർക്കാണ് ഈ വിഷയം. നമുക്ക് വിഷയമില്ല, നമുക്ക് ഇവിടെ അടുത്തായതുകൊണ്ട് സീനുകളൊന്നുമില്ല. എന്താ അപ്പോൾ സുഹൃത്തുക്കളെ ഈ മഴ കാരണം ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കേണ്ട അവസ്ഥയാണ്. മൂജിപ്പോയി അല്ല മിജോ? കണ്ടുപോയോ? അപ്പോൾ ഈ ഒരു കുഴപ്പമില്ല, ഈ ഒരു ചെറിയ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ആഗ്രഹം എന്തൊക്കെയായിരുന്നു വെച്ചാൽ അവിടെ പോയിരുന്ന് അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ച് ഇതാണ് സംഭവം എന്നൊക്കെ കാണിച്ച് എന്നൊക്കെ പറഞ്ഞ് പറയലായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സംഭവം പൊന്നാനി വരികയാണെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് കഴിക്കണം കേട്ടോ. ഓക്കെ അപ്പോൾ ശരി, ബൈ. അപ്പോൾ സുഹൃത്തുക്കളെ സംഭവം എന്താ വെച്ചാലേ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഉമ്മാനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്, ഉമ്മാൻ്റെ കോളേജ് ലൈഫും ഇതിനൊക്കെ പറ്റിയിട്ട്. അപ്പോൾ ഉമ്മയുടെ സുഹൃത്ത് വന്നപ്പോൾ പുള്ളിക്കാരൻ ഉമ്മാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആ വ്ളോഗിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ കൂടി കേട്ടോളി. ഉമ്മ എങ്ങനെയുണ്ടായിരുന്നു കോളേജിൽ ഏറ്റവും ആക്റ്റീവായ ഒരു മെമ്പറാണ് ഹൈദർ എന്ന് പറഞ്ഞാൽ. ബുക്കടിക്കണമെന്നല്ല, ഉള്ള കാര്യമാണ്. കോളേജിലെ ആക്ടിവിറ്റീസിലൊക്കെ വളരെ ലൈവായിട്ടിരിക്കുന്നതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കോളേജുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഇടയ്ക്ക് എന്താ എഴുത്തുകുത്ത് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല. എന്തൊക്കെ എഴുതൊക്കെ ഇതിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടൊക്കെ വന്നിരുന്നു. കോളേജിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ട് മലയാള മനോരമ വന്നില്ലേ, വീണ്ടും എഴുതാനുള്ള പരിപാടി ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. കോളേജിലെ ബന്ധങ്ങളൊക്കെ കോളേജിലത്തെ ആയാലും സ്കൂളത്തെ ആയാലും ബന്ധങ്ങളും ഉമ്മ എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ എപ്പോഴും കാണുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേക്ക് കേക്ക് കൊണ്ടിരിക്കാൻ പഴയ ഫ്രണ്ട്സൊക്കെ വന്നിരുന്നല്ലോ വീട്ടിൽ. അപ്പോൾ അത് നല്ലൊരു ക്വാളിറ്റിയാണ് ഉമ്മയിൽ.
പിന്നെന്തൊക്കെ ഉണ്ട്? അത് ഉമ്മാനോട് ചോദിക്കണമായിരിക്കും നല്ലത്. ആയിരുന്നു ഉമ്മ എന്താ വെച്ചാൽ കോളേജിലത്തെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു. ഉമ്മ വൈസ് സർവീസിന് വൈസ് സർവീസിന് YICE വൈസ് VICE. പിന്നെന്താ പ്രസിഡന്റ് പേഴ്സണാ PESON. അവാർഡുണ്ട്. 6 വിഴുങ്ങി അതിന്റെ ഇടയിൽ ഒരു 6 ഉണ്ടായിരുന്നു മറന്ന പേഴ്സൺ. ഉറക്കത്തിന് പണിച്ചോളൂ. മാറി കിട്ടിപ്പോ 12 മണിക്ക് ഇറങ്ങിയ ഞാൻ 6 മണിക്ക് എണീച്ചു. അപ്പൊ നേരത്തെ പറഞ്ഞ തള്ളാണമ്മ. ഞങ്ങളെന്താ വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ മക്കളൊക്കെ ആയാലും നമ്മളിങ്ങനെ പൊക്കിയടിക്കുമല്ലോ വെറുതെ. കുറേ ആൾക്കാരല്ല അങ്ങനെ ഞാൻ കോളേജിൽ അതേന്ന് കോളേജിൽ വൈസ് പേഴ്സൺ അതേന്ന് എന്നൊക്കെ പറഞ്ഞു. ഞാനും പറഞ്ഞപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കോളേജിൽ ചെയർമാനെന്ന് പറഞ്ഞപ്പോൾ. ചെയർമാനല്ലേ വൈസ് ചെയർമാനല്ലേ വൈസ് ചെയർപേഴ്സൺ. അപ്പോൾ ഇപ്പോഴാണ് അതിലൊരു കാര്യത്തിലൊരു വ്യക്തത വന്നത്. പറഞ്ഞതല്ലേ ചെറുതായിട്ട് ഇടയ്ക്ക് തള്ളാറുണ്ട്, പക്ഷെ ഇത് ഒന്നും തള്ളല്ല. പൈസ കൊടുത്ത് ഏൽപ്പിച്ചാൽ നിങ്ങൾ പറയരുത്, ഇനി ഉള്ള കാര്യമാണ് പറഞ്ഞത്. ചെക്കിൻ്റെ വീട്ടിലോട്ട് ചെക്കിൻ്റെ പറഞ്ഞല്ലേ വിളിച്ചോ. അപ്പോൾ വീണ്ടും ഇവിടുത്തെ സ്കോളർ കോളേജിലാണ് പഠിച്ചത്. പൊന്നാനി ഇവിടുത്തെ ചന്തപ്പടി. LKG ഗ്രൂപ്പ് എങ്ങനെയാണോ ഇപ്പോഴും ഉള്ളത്? അത് ഞങ്ങള് ഫേസ്ബുക്കിൽ തപ്പിയിട്ട് ഓരോരുത്തരങ്ങനെ അറിയും. അപ്പോൾ അവരുടെ ഫേസ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ നമ്പർ തപ്പിയിട്ട് അങ്ങനെ ഗ്രൂപ്പ് ജമാതയിലാണ് പഠിച്ചത്. കുറച്ച് അവർക്കൊക്കെ ഓർമ്മ ഉണ്ട്. അതായത് അപ്പോൾ ഞാനെൻ്റെ വേറൊരു സുഹൃത്തും ഉണ്ടായിരുന്നു, അജിത്ത് പറഞ്ഞിട്ട്. അവനക്കും നല്ല ഓർമ്മയാണ്. ആളുകളൊക്കെ ഓർമ്മയും പേരൊക്കെ ഉണ്ട് അന്നത്തെ അത്. പക്ഷേ വലിയ ക്ലാസ്സിലത്തെ ഓർമ്മേനേക്കാളും കൂടുതൽ ചെറിയ ക്ലാസ്സിലത്തെ ഓർമ്മകളാണ്. അപ്പോൾ നമുക്കത് ഫേസ്ബുക്ക് വഴി കിട്ടി. അപ്പോൾ അവരായിട്ട് വീണ്ടും കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരാളില്ലേ അറിയോ, അപ്പോൾ അങ്ങനെ ഇന്റർ കണക്റ്റഡ് ആക്കിയിട്ട് ഒരു നല്ല ഗ്രൂപ്പ്. ഉമ്മമാരൊക്കെ സമ്മതിച്ചിട്ടോ ഈ കാലഘട്ടത്തിലും LKG ഗ്രൂപ്പ് ഞാൻ പറയാം. അൽസാബിത്തുണ്ട്, ഷിബിലുണ്ട്. ആദ്യം വന്ന പേര് ഐഷയാണ്. ഏത് പെൺകുട്ടിയുടെ പേര്? നമിത്ത്. അപ്പൊ നമ്മക്കറിയില്ല, എന്തേലും പേരുണ്ട് പറഞ്ഞാ പോരെ. ലേഡീസിന്റെ പേര് പറയും. ലേഡീസിന് പേർക്കറിയില്ല. അന്ന് സിഗ്മ ഒന്നും ഇല്ല. വ്ലോഗ് അവസാനിപ്പിക്കേ. നല്ലൊരു കോളേജും ഇതായിരുന്നു അല്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അർഷിദ് ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോ ഏത് പേര് പറഞ്ഞാലും പേര് ആന്നല്ലേ പറയുള്ളൂ. അപ്പൊ പിന്നെ എന്ത് പേരും പറയാലോ. അപ്പൊ LKG അപ്പൊ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ പബ്ലിക് ആയിരുന്നില്ല, പക്ഷെ ആ കോളേജ് നല്ല റെഗുലർ അതേ ഇഫക്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. അത് അവനോട് ചോദിച്ചു. സാധാരണ കോളേജിന്റെ അതേ ക്യാമ്പസ് രീതിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പ്രൈവറ്റ് കോളേജാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊക്കെ ഇഷ്ടംപോലെ ക്ലാസ് അവിടെ നിന്ന് ബങ്ക് ചെയ്തിട്ട് അപ്പുറത്തെ സഫയിൽ പോയിട്ട് ബീഫ് ഫ്രൈയും പൊറോട്ടയും നിന്നിട്ട് ക്ലാസ്സൊക്കെ ബങ്ക് ചെയ്തിട്ടുണ്ടോ? ഞങ്ങളെ ക്ലാസ്സിലത്തെ കുട്ടികളൊക്കെ ഇതേപോലെ ക്ലാസ് കട്ട് ചെയ്തിട്ട് പോയിട്ട് സിനിമ കാണാൻ പോകും. എന്നിട്ട് സിനിമ കാണുന്നിടത്ത് പോയിട്ട് ഇവര് സൈക്കിളൊക്കെ വെച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാം ഞങ്ങളെ സാറ് പ്രിൻസിപ്പാൾ അവിടെ ഇവരെ കണ്ടറിഞ്ഞ് പോയി പിടിച്ചിട്ട് കൊണ്ടുവരുന്നതാണ്. സാറിനെ പിടിച്ചു. അങ്ങനെയുള്ള രസങ്ങളായ അനുഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കല്ല അങ്ങനെയല്ല. അത് തൊട്ടടുത്തുള്ള ശക്തി തിയേറ്റർ. കഥ കേട്ട് മിജു മോട്ടിവേറ്റഡ് ആയിക്കണ്. അപ്പൊ ഇനി മുതൽ ക്ലാസ് മൊത്തം ചാടി അതൊക്കെ അന്നത്തെ കാലം. ഇന്നത്തെ കാലം ക്യാമറ ഉണ്ടല്ലോ, അന്ന് ക്യാമറ ഒന്നും ഇല്ല. അന്നത്തെ കാലത്ത് ഭംഗിയും ഈ കാലത്തൊന്നും പാടില്ലാന്നല്ലേ. നന്നായിട്ട് അവര് നോട്ട് ചെയ്യും. ക്യാമറ ഉണ്ട് പറഞ്ഞ പോലെ ഇജിങ്ങനെ ഏക്കത്തൊക്കെ കാര്യം നല്ല പിന്നെ എക്സ്ട്രാ ആക്ടിവിറ്റീസിനൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യും ഞങ്ങളെ കോളേജ് അല്ലേ. ആ രീതിയിലൊക്കെ ഇവന് ഈ ഇരിക്കുന്ന ആൾ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റേറ്റ് കലോത്സവത്തിനും ഇതിനൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്ന കോളേജ്. ഒരു രക്ഷയില്ല.
നല്ലൊരു അതേപോലെ ഇന്ന് എല്ലാവരും അപ്പോൾ കോളേജിനെ ഒരു മല പോലെ പൊക്കി വെച്ചിട്ടുണ്ട് ഉമ്മ. എന്താ നിങ്ങൾ കോളേജിൽ കഴിവുണ്ടോ? കോളേജിന് വല്ല കഴിവുണ്ടോന്നോ? അത് ശരി. അല്ല സാറിനെ നല്ല സാറിനോ? കോളേജ് നല്ല കോളേജിന്. ഒരു ഇനിയിപ്പോ ഇത് കോളേജിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനി 5ാം ക്ലാസ്സാലോ കോളേജ് പഠിക്കണവരൊക്കെ 5ാം ക്ലാസ്സാലോ പോയിക്കോ. 5ാം ക്ലാസ്സിലേക്കനെ ആബിദ് ആ ഓജിന്റെ 5ാം ക്ലാസ്സിലല്ലേ പഠിച്ചിരുന്നു പോളാണ്. അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു ചെറിയ വ്ളോഗ് കൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും പുതിയ വ്ളോഗായി വരുന്നവരെ ബൈ.